നമസ്കാരം. ഇറാന്റെ മണ്ണിൽ റഷ്യൻ പട. അമേരിക്കയെ തകർക്കാൻ ഇറാന് റഷ്യയുടെ പിന്തുണ. അമേരിക്കയുമായിട്ടുള്ള കടുത്ത സൈനിക സംഘർഷങ്ങൾക്കിടയിലും റഷ്യയുടെ സഹകരണത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ആണവ പ്ലാന്റ് നിർമ്മാണവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. ഇറാന്റെ മണ്ണിൽ റഷ്യൻ പടയുടെ തേരോട്ടം നടക്കാൻ പോകുന്നു. അമേരിക്കയെ തകർക്കുന്നതിന് ഇറാന് റഷ്യയുടെ പിന്തുണ രഹസ്യമായി ലഭിക്കുന്നു. 2500 കോടി ഡോളർ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു വൻകിട പദ്ധതി ഹോർമൂസ് ഖാൻ പ്രവിശ്യയിലാണ് നടപ്പാക്കുന്നത് തന്നെ. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇറാന്റെ ആണവ പദ്ധതിയുമായി സഹകരിക്കുവാനുള്ള റഷ്യയുടെ നീക്കമെന്ന് പറയപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആണവ സഹകരണം ശക്തമാക്കുമ്പോഴും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാനുള്ള നയതന്ത്ര ശ്രമങ്ങളും റഷ്യ സജീവമാക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആ ചർച്ചകൾ ഒക്കെ അടിയന്തരമായി പുനരാരംഭിക്കണമെന്നും പ്രശ്നപരിഹാരത്തിനായിട്ട് ഇരു രാജ്യങ്ങളും ചർച്ചകളിൽ തുടരണമെന്നും ഒക്കെയാണ് റഷ്യയുടെ നിലപാട് തന്നെ. ഇതിനൊപ്പം ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ അറബ് രാജ്യങ്ങളുമായിട്ട് ഇറാൻ ചർച്ചകൾക്ക് മുന്നോട്ട് പോകണമെന്നും ഈ സമാധാന ശ്രമങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ നയതന്ത്ര പിന്തുണയും നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് കൂടി റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സമീപനത്തിൽ വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നോ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ പോലും ഇറാനെ സഹായിക്കുവാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള പ്രഖ്യാപനം കൂടിയാണ് റഷ്യ ഇതിനിടയ്ക്ക് നടത്തുന്നത് തന്നെ. അതിനിടെ അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന മുന്നറിയിപ്പുമായിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തുന്നു. നിലവിലുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ നമുക്കറിയാം, വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് തന്നെ. മാത്രമല്ല, ഈ നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് കടക്കുവാനുള്ള തന്റെ ഏക റെഡ് ലൈൻ എന്ന് പറയപ്പെടുന്നത് US സൈനികരുടെ ജീവനാണ് എന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇറാൻ തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിടുകയും ഏതെങ്കിലും ഒരു US സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുമെന്നും യുദ്ധം പുനരാരംഭിക്കുമെന്നും ഒക്കെ ട്രംപ് പറയുന്നുണ്ട്. അപ്പോൾ ഇറാനുമായിട്ടുള്ള ചർച്ചകൾ എന്ന് പറയപ്പെടുന്ന മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും അതിനുടൻ തന്നെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള സമീപനങ്ങൾ ട്രംപ് സ്വീകരിക്കുമ്പോഴും പക്ഷേ മുൻപുണ്ടായ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും ഒക്കെ തകർത്തു കഴിഞ്ഞതായിട്ടും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം അതിന്റെ പ്രധാന നേതൃത്വം അടക്കം ഇല്ലാതാക്കിയുമെന്നൊക്കെ ട്രംപ് അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ശക്തി എന്താണ് എന്ന് പലപ്പോഴും ട്രംപ് തിരിച്ചറിയാതായി പോകുന്നു. ആ തിരിച്ചറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഈ പറഞ്ഞ ഡ്രോണുകളായിട്ടും മിസൈലുകളായിട്ടും അമേരിക്കൻ തീരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ അതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലും ഒക്കെ വന്ന് പതിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും ട്രംപ്. അതേസമയം അമേരിക്കയുമായുള്ള സമാധാന ചർച്ചകൾ അനിശ്ചിതത്വത്തിലാണ് എന്നും നിലവിൽ ചർച്ചകൾ വഴിമുട്ടി എന്നും ഇറാൻ വ്യക്തമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇറാൻ പരമാധികാരി ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിനു ശേഷമുള്ള ആയത്തുള്ള മുജ്തബ ഖമേനിയുടെ ഉപദേശമായിട്ടുള്ള മൊഹസിൻ റിയാസിനാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതായത് സംഘർഷം ലഘൂകരിക്കുവാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ആവശ്യമെങ്കിൽ യുദ്ധം വ്യാപിപ്പിക്കുവാൻ മടിക്കില്ല എന്ന് കൂടി ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ചർച്ചകൾ തടസ്സപ്പെട്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്കും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമാണ് എന്ന് കൂടി മൊഹസിൻ റിയാസി ആരോപിക്കുകയാണ്. ട്രംപിന്റെ മറുപടിക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്നും അല്ലാത്ത പക്ഷം കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും റിയാസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇരുവരും തമ്മിലുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോൾ സാധ്യതയില്ല എന്ന് കൂടി റിയാസി പറഞ്ഞു വെക്കുമ്പോൾ അതിനർത്ഥം യുദ്ധം അനിവാര്യതയാണ് എന്ന് തന്നെയല്ല. നേരത്തെ ഇറാനുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നും ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായിട്ടുള്ള ഒരു കരാറിലേക്ക് അടക്കുകയാണോ എന്നൊക്കെ ട്രംപ് അവകാശപ്പെട്ടത് നമ്മൾ കണ്ടിരുന്നതാണ്. എന്നാൽ ഈ വാദങ്ങളെല്ലാം ഇറാൻ തള്ളിക്കളയുകയാണ്. കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കുമ്പോഴും ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോണുകൾ തങ്ങളുടേതല്ലെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും അത് US-ന്റെ RQ-170 സെന്റിനെന്റൽ എന്ന് പറയപ്പെടുന്ന ഡ്രോണുകളുമായി സാമ്യമുള്ളതാണ് എന്ന് ഇറാൻ വാദിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഈ ഇറാൻ എന്ന് പറയപ്പെടുന്നത് കുവൈറ്റിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അമേരിക്കയുടെ വാദവും ട്രംപിന്റെ വാദവും. ട്രംപ് അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള സമാധാന ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് കണ്ടെത്തപ്പെടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിച്ച് ഇറാനെതിരെ ആയുധവർഷം പ്രയോഗിക്കാൻ തുടങ്ങിയാൽ അടുത്ത നിമിഷം തന്നെ ഇറാന്റെ പ്രവർത്തനങ്ങൾ വാഷിംഗ്ടൺ അതിർത്തികളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഇപ്പോൾ ഇറാന്റെ മണ്ണിലേക്ക് റഷ്യൻ പട കൂടി എത്തിച്ചേരുന്നത്. അമേരിക്കയെ തകർക്കാൻ ഇറാൻ വേണമെങ്കിൽ റഷ്യയുടെ പിന്തുണ വളരെ കൃത്യമായിട്ട് ലഭിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള ആണവ ആയുധ കരാറുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കടുത്ത സൈനിക സംഘർഷങ്ങൾക്കിടയിലും റഷ്യയുടെ സഹകരണത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ആണവ പ്ലാന്റ് നിർമ്മാണവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകുന്നത് തന്നെ ഇത് അവർ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അമേരിക്ക ഇനിയും ഒരു യുദ്ധവുമായി ഇറാനെതിരെ വരികയാണെങ്കിൽ അത് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇറാന്റെ വാദം.